മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്പിരിച്വൽ ഡ്രൈനസ്, ആത്മീയ വരൾച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. ആത്മീയ വരൾച്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് 4 കാരണങ്ങളാണ് പറഞ്ഞത് ആത്മീയ വരൾച്ച ഉണ്ടാകുന്നത്. അത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇല്ലാത്തവരെ വീണ്ടും ഞാൻ പറയുകയാണ്. സ്പിരിച്വൽ റീസൺസ് ഒന്ന് ദൈവം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത്. രണ്ടാമത് പിശാച് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത് നമ്മുടെ ഡിസിപ്ലിൻ്റെ പ്രശ്നമായിട്ട് പറഞ്ഞു. നാലാമത് സെക്ച്വൽ സെൻസ് പറഞ്ഞു. ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദൈവം കൊണ്ടുവരുന്ന അതിൻ്റെ കാരണങ്ങൾ 2-3 കാരണങ്ങൾ പറഞ്ഞു. നമ്മളെ ദൈവം ഡിസയർ നമ്മൾ കൂട്ടാനായിട്ടാണെന്ന് പറഞ്ഞു, നമ്മളെ ഹംബിൾ ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് സ്പിരിച്വൽ ഡ്രൈനസ് കാസ്റ്റ് ബൈ ഡെവിൾ, പിശാച് എങ്ങനെയാണ്, സാത്താൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ അന്ധകാരത്തിൻ്റെ ഒരു കിങ്ഡമാണ് സാത്താൻ്റെ കിങ്ഡം. അതുകൊണ്ട് അതൊരു സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് ആണ് എപ്പോഴും. ഈ ഡാർക്ക്നെസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം അല്ലേ. വെളിച്ചം വന്നു കഴിയുമ്പോൾ ഇരുട്ട് കാണത്തില്ല. അതിൽ ഇരുട്ടെന്ന് പറയുന്ന രൂപം ശരിക്കും വെളിച്ചമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥയാണ് ഇരുട്ട്. അതുകൊണ്ടാണ് ഇന്ന് പിശാചിനെ പലരും വിശ്വസിക്കാത്ത കാര്യം. പിശാച് എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പലരും പഠിപ്പിക്കുന്ന കാര്യം എന്നാണ്. കാരണം വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോവുകയല്ലേ. ഒരു ഇരുട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. കാരണം വെളിച്ചമുള്ള ശരിയാ, വെളിച്ചമുള്ളവർക്ക് കുഴപ്പമില്ല, ഇരുട്ടുണ്ടാവത്തില്ല. എന്നാൽ ഇന്ന് വെളിച്ചമില്ലല്ലോ, അതാണ് പ്രശ്നം. വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് ഇരുട്ട് വരുന്നത്. വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് പൈശാചിക ശക്തികൾ വർദ്ധിക്കുന്നത്. വെളിച്ചമുള്ളവരിന്ന് ഒരുപാട് കൂടിയാലേ പൈശാചിക ശക്തികൾ കാണത്തില്ല. അത് ദൈവത്തിൻ്റെ കിങ്ഡത്തിൽ മാത്രമേ ഉള്ളൂ എപ്പോഴും വെളിച്ചമായിട്ടിരിക്കുന്നത്. നീതി സൂര്യനായ കർത്താവ് ഭരിക്കുമ്പോഴെപ്പോഴും അവിടെ ബ്ലേസിങ് ലൈറ്റ് ആയിരിക്കും, ഭയങ്കര ലൈറ്റ് ആയിരിക്കും. ആ ലൈറ്റിലെ ഒരു അന്ധകാരം അവിടെ നിൽക്കത്തില്ല, എല്ലാം വിട്ടോടും. എന്നാൽ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, ഇത് സ്പിരിച്വൽ ഡ്രൈനസ് ഉണ്ടാക്കുന്ന, അന്ധകാരം ഉണ്ടാക്കുന്ന സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, അങ്ങനൊരു ഡാർക്ക്നെസ് ഉണ്ട്. അത് ഇയ്യോബിൻ്റെ പുസ്തകം 5:14 പറയുന്നു, പകൽ സമയത്ത് അവർക്ക് ഇരുട്ട് നേരിടുന്നു, ഉച്ച സമയത്ത് അവർ രാത്രി എന്ന പോലെ തപ്പി നടക്കുന്നു. ഇരുൾ മൂടുന്ന ഒരു സമയം, അത് ഒരു ക്ലൗഡ് പോലെ അല്ലെങ്കിൽ ഒരു ഇരുട്ട് പോലെ എന്ന് വെച്ചാൽ നമുക്ക് ദർശനം കാണുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കാനും ഒന്നും പറ്റുന്നില്ല. സംഭവം ആത്മീയ മണ്ഡലത്തെ എല്ലാം ഈ പുക മറയ്ക്കുന്നത് പോലെ മറച്ച് ആത്മീയതലത്തെ അന്ധകാരമാക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഹലോ, ശ്രദ്ധിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ ഇരിക്കുന്നവർക്ക് പോലും അവരുടെ ജീവിതത്തിലെ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് പോലെ പിശാച് വർക്ക് ചെയ്യും. ഇരുൾ മൂടുന്ന അനുഭവം, അതൊരു പൊസഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, പുറത്തു നിന്നും ചെയ്യാം ദൈവത്തിൻ്റെ മക്കളെ. എന്നാൽ ഗേറ്റ് വേകൾ ഒരുപാട് തുറന്നു കൊടുത്ത് അഡിക്ഷൻ കൂടി പോയി കഴിഞ്ഞാൽ പിശാച് കയറാൻ തുടങ്ങും. കാരണം ഒരിക്കൽ പൊസസ് ചെയ്ത സ്ഥലത്ത്, കാരണം എപ്പോഴും ഓർക്കേണ്ടത് ഈ പിശാചിനൊരു ബോഡി ആവശ്യമാണ്. ശ്രദ്ധയോട് കേൾക്കുക, പ്ലീസ് ശ്രദ്ധയോട് കേൾക്കുക. പിശാചിനൊരു ബോഡി ആവശ്യമാണ്. ഏതെങ്കിലും ഒരു ബോഡിയിൽ അവൻ കയറാൻ താല്പര്യപ്പെട്ടിരിക്കുക. നിങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ ആ ബോഡി കയറും. ഞാനിത് അവിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആദ്യം ഇത് പറയുന്നത് ശ്രദ്ധിക്കുക, അവിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനൊരു ബോഡി കയറും. ബോഡി കയറി കഴിഞ്ഞ് നിങ്ങളത് ഭയങ്കര പ്രയാസത്തിൽ കൂടെ ഒക്കെ അവർ കടന്നുപോയി ഏതെങ്കിലും ധ്യാനത്തിനോ പ്രാർത്ഥനയിലോ ഇടയ്ക്ക് പോയി അവസാനം ഈ പിശാചിനെ പുറത്തിയാടിക്കും. ഓക്കെ, പിശാച് പുറത്തിയാടി പ്രാർത്ഥിച്ചു, നിങ്ങൾ ഈ ഓൺലൈൻ മീറ്റിങ്ങിലോ ഏതെങ്കിലും മീറ്റിങ്ങിൽ ചെന്ന് പിശാച് പുറത്തിയാടി കഴിഞ്ഞാൽ അവന് വീണ്ടും ബോഡി വേണം ഇരിക്കാൻ. അവനിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നാൽ അവന് ഇഷ്ടമുണ്ട്, നേരത്തെ ഇരുന്ന ബോഡിയിൽ അവന് വരാനാണ് ഇഷ്ടം. കാരണം നേരത്തെ ഒരു വീടുണ്ടായിരുന്നല്ലോ, ആ വീട്ടിൽ തിരിച്ചു വരാനാണ് ഭയങ്കര ഇഷ്ടം. ബൈബിളിൽ പറയുന്നുണ്ട്, അവൻ പോയി 7 പേരെയും കൂടെ കൂട്ടി അതേ ബോഡി തിരിച്ചു വന്നു. കാരണം അവൻ നേരത്തെ ഇരുന്ന എക്സ്പീരിയൻസ്, ആ ബോഡി അവനെ ഒരുപാട് സഹായിച്ച ബോഡിയാണ്. അതുകൊണ്ട് ആ ബോഡിയിലോട്ട് തിരിച്ചു വരാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്നത്, ആ ബോഡിയിൽ അവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ ദൈവവചനവും വെളിച്ചവും നിറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അവിടെ യേശു എന്ന അടിസ്ഥാനം വേണം, യേശു ദീപം കത്തിക്കണം. യേശു അല്ല ദീപം കത്തിക്കുക, യേശു അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും രാജാവായിട്ട് ഉണ്ടാവണം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇവൻ പുകമറ സൃഷ്ടിക്കും നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ. ഇപ്പോൾ ഒരാൾ വിട്ടുപോയെങ്കിൽ പോലും അവൻ തിരിച്ചു വരുമ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവനത് തിരിച്ചു കയറാനായിട്ട് ശ്രമിക്കും. അവൻ പുകമറ സൃഷ്ടിക്കും. ദാറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്. അവൻ വന്നിട്ട് വീണ്ടും ഉള്ളിലേക്ക് കയറും. രണ്ടാമത് ഇസ് ദ സ്പിരിറ്റ് ഓഫ് സർപ്പൻറ്റ്. ഈ വിഷം തുപ്പുന്ന, പോയിസൺ സ്പ്രേ ചെയ്യുന്ന പോലെ
പെട്ടെന്ന് ആത്മീയ അന്തരീക്ഷം മാറും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ചില ആളുകൾ പറയാറുണ്ട് അവിടെ ചെല്ലുമ്പോഴേ ഇറച്ചി പിന്നെ എന്തോ അഴുകിയ ഒരു മണം വരുന്നു. ചില സ്ഥലങ്ങളിൽ ചില റൂമുകളിൽ ചെല്ലുമ്പോൾ ഉണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് വിട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇതുപോലെ സ്പിരിറ്റ് ഓഫ് സർപ്പൻ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ സ്പിരിറ്റ് ഓഫ് സർപ്പൻ്റ് മറൈൻ സ്പിരിറ്റും കൂടെ ചേർന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് സ്റ്റിമുലേഷൻ തരുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവമുണ്ട്. പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിലാണ് മറൈൻ സ്പിരിറ്റ്. അത് നേരത്തെ അത് സംസാരിച്ച സെക്ച്വൽ സംസാരിച്ച ഈ പുറത്തുനിന്നൊരു ഫ്രീക്വൻസി വരിക. ഹലോ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനൊക്കെ വേർപെട്ട് വിശുദ്ധി പ്രാപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു സ്പിരിച്വൽ പെട്ടെന്ന് നമുക്കൊരു ഫ്രീക്വൻസി വരിക നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ലോയിൻസിലേക്ക്, നമ്മുടെ ഇടുപ്പിലേക്ക് ഒരു ഫ്രീക്വൻസി വരിക. ഫ്രീക്വൻസി വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു സെക്ച്വൽ പാഷൻ എറൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊക്കെ തോന്നിയിട്ടുള്ളത്, അതായത് നടന്നിട്ടുള്ളതാണ്, എനിക്കും ഇത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ആക്ടിവിറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു എന്താ ഫ്ലഷിൻ്റെ ഒരു സെക്ച്വൽ പാഷൻ അങ്ങ് ഡിസയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്ച്വൽ ആക്ടിവിറ്റി നമുക്ക് വേണമെന്ന് തോന്നും. ഏത് സിറ്റുവേഷനാണെന്ന് നമുക്കറിയത്തില്ല, ഒരു സെക്ച്വൽ ആക്ടിവിറ്റിക്ക് പോകാനുള്ളൊരു ടെൻഡൻസി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മറൈൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സർപ്പൻ്റ് വിഷം തുപ്പുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കർത്താവിനെ വീണ്ടും അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും പിശാച് വന്ന് വിഷം തുപ്പാനായിട്ട്, മറൈൻ സ്പിരിറ്റ് വന്ന് കയറി പിടിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ മറന്നു പോരുത്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മളിപ്പോൾ പറയുന്ന സാത്താൻ ഉണ്ടാക്കുന്ന സ്പിരിച്വൽ ഡ്രൈനസിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മേളിൽ ഒരു ഓൾട്ടറുണ്ട്. ഈ ഓൾട്ടർ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ഓൾട്ടർ ആവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓൾട്ടർ ഈസ് ദ പ്ലേസ് വെയർ കവനൻറ്റ് ആർ റിലീസ്ഡ്. കവനൻറ്റ് റിലീസ് ചെയ്യുന്ന സ്ഥലമാണ് ഓൾട്ടർ. ഓൾട്ടറാണ് നിങ്ങളുടെ ഡെസ്റ്റിനി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ദ ദൂതന്മാർ, ഏഞ്ചൽസ് വിൽ കം ആൻഡ് ദേ വിൽ ടേക്ക് ഓഫ്. ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ ഇതെല്ലാം സംസാരിച്ചിട്ടുള്ളതാണ് ഓൾട്ടറിനെ കുറിച്ച്. സാത്താനാൽ സൃഷ്ടിക്കപ്പെട്ട ഓൾട്ടറുകളെ ഈവിൽ കവനൻ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടവയാണ്. അത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ആത്മീയ വരൾച്ചയും സാത്താൻ ഉണ്ടാകുന്ന ആത്മീയ വരൾച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സ്പിരിച്വൽ ഡ്രൈനസ് ഉണ്ടാക്കുന്ന ഓൾട്ടർ സാത്താനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കാണത്തില്ല, അവിടെ കാണും. ഞാൻ പറയും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പോലും ചില ഈവിൾ കവനൻ്റ്, ബ്ലഡ് ലൈൻ കവനൻ്റ് ഒക്കെ ചിലപ്പോൾ അവിടെ കിടപ്പുണ്ടാവും. അതുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുന്ന വരൾച്ചയും സാത്താനാലുള്ള വരൾച്ചയും എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, സാത്താനാൽ ഉണ്ടാക്കുന്ന ഡ്രൈനസിലെ ഒപ്രഷനും ടോർമെൻറ്റും ഒക്കെ ഉണ്ടാകും, പീഡിപ്പിക്കും, നമ്മളെ സപ്രസ് ചെയ്യും. ഹലോ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട കാര്യമാണ്. സാത്താനാൽ ഉണ്ടാകുന്ന ഡ്രൈനസ് നമുക്ക് ഒപ്രഷൻ, ടോർമെൻ്റ് എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുക, അതുപോലെ നമ്മളെ എന്തോ വരിഞ്ഞു മുറുങ്ങുന്ന പോലെ നമ്മളെ സപ്രസ് ചെയ്യുക, പിടിച്ചു കെട്ടുക എന്ന് കാണും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ഡ്രൈനസ് തരികയാണെങ്കിൽ നമ്മൾ കർത്താവിലേക്കുള്ള ആഗ്രഹം, നമ്മൾ ആ ഡിസയർ കൂടാനായിട്ടാണ് അത് കാരണമാക്കി തീർക്കുന്നത്. പിശാചിൽ നിന്ന് വരുന്നത് ഈ ടോർമെൻറ്റിങ്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാതെ നാവ് കെട്ടുന്നു, രോഗങ്ങൾ കൊണ്ടുവരുന്നു, ഡിപ്രഷൻ കൊണ്ടുവരുന്നു, ശരീരവേദന, ഉറക്കം കൊണ്ടുവരുന്നു, സൂയിസൈഡൽ ടെൻഡൻസി വരുന്നു, നിരാശ വരുന്നു, ഫാമിലി ഇഷ്യൂസ് കൊണ്ടുവരുന്നു, ഒരു കാരണവുമില്ലാതെ സ്പൗസുമായിട്ട് വഴക്കിടുന്നു, പ്രാർത്ഥിക്കാൻ തടസ്സം വരുന്നു. ഇതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനമാണ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, സ്പിരിച്വൽ ഡ്രൈനസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ക്രിസ്ത്യൻ ഡിസിപ്ലിൻ. നമുക്കറിയാം ക്രിസ്ത്യൻ ഡിസിപ്ലിൻ പറഞ്ഞാൽ അവിടെ എല്ലാം സ്പിരിച്വലായിട്ടുള്ള ഒരു ഡ്രൈനസ് ഉണ്ടാവും. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും, സങ്കീർത്തനം 1:1, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസത്തിലെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിടത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ വാക്കിംഗ് വിത്ത് അൺഗോഡ്ലി, അതൊരു നമ്മൾ ദൈവം അല്ലാത്തവരുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ സൂക്ഷിക്കുക.
ദൈവത്തിൻ്റെ വചനത്തിൽ ഡിലൈറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. വാക്കിംഗ് ഇൻ വിത്ത് അൺഗോഡ്ലി ഒഴിവാക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ ഡിലൈറ്റ് ചെയ്യുക. ഇതെല്ലാം ഡിസിപ്ലിനാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഡ്രൈനസ് ഉണ്ടാവും. ക്രിസ്ത്യൻ ഡിസിപ്ലിൻ, വേണ്ടാത്തടത്ത് പോയിരിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ കാണുക, വേണ്ടാത്ത ചിന്തകളിലേക്ക് അകപ്പെടുക, ഇതെല്ലാം തന്നെ നമ്മളെ സ്പിരിച്വൽ ഡ്രൈനസിലേക്ക് നടത്തും. വചനം എന്താണ്? അത് വെളിച്ചമാണ്. വെളിച്ചം ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അന്ധകാരം മാറും. യോഹന്നാൻ 1:4 പറയുന്നതാണ്, അന്ധകാരം അവിടെ വെളിച്ചം വിളിച്ചെല്ലുമ്പോൾ അവിടെ അന്ധകാരം മാറും. അവിടെ നമുക്ക് കാണാം, വേർഡ് ബിക്കെയിം ഫ്ലഷ്, വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം ജഡമായി തീർന്ന് നിങ്ങളിൽ വസിക്കുന്ന, അബൈഡ് ഇൻ യു. വേർഡ് മേക്സ് യു ലൈറ്റ്. ഈ വചനമാണ് നിങ്ങൾക്ക് വെളിച്ചം തരുന്നത്. വചനം ദൈവമാണ്. ഗോഡ് ഈസ് ലൈറ്റ്. അതുകൊണ്ട് ഈറ്റ് ദ വേർഡ്, അത് തിന്നുക. കാരണം ഈ ഹോളി സ്പിരിറ്റ് ഈ വചനത്തിനകത്ത് ബ്രൂഡ് ചെയ്യുകയാണ്. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, പരിവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രൂഡിങ് ഓവർ. ഈ കോഴി മുട്ടയുടെ മേളിൽ അടയിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേളിലുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്നു. ഇത് നമ്മൾക്ക് മാത്രമുള്ളതല്ല, ഇത് സ്പിരിച്വൽ വേൾഡിൽ സാത്താനുമുള്ളതാണ്. എന്തുവാ? ദൈവത്തിൻ്റെ വചനം. സാത്താന് നന്നായിട്ട് ദൈവത്തിൻ്റെ വചനം അറിയാം. അവൻ കോട്ട് ചെയ്യുന്നുണ്ടല്ലോ, യേശുവിനെ പരീക്ഷിക്കാൻ നേരത്തെ ദൈവത്തിൻ്റെ വചനമാണ് കോട്ട് ചെയ്യുന്നത്. അവൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം. അനുസരിക്കുമ്പോൾ നമുക്ക് അതോറിറ്റി വരും. ഇത് തന്നെ ഞാൻ വീണ്ടും അധികാരം വരും. ഡിസൊബേ മീൻസ് അനുസരിക്കാതിരിക്കുമ്പോൾ ഡീഗ്രഡേഷൻ ഓഫ് അനോയിൻറ്റിങ്, അഭിഷേകം കുറഞ്ഞു പോകും. അതിന് അഭിഷേകത്തിന് എണ്ണ ചോർന്നു പോകും. അപ്പോഴേ പിശാച് ശക്തി പ്രാപിക്കും. ഒബേ മീൻസ് അതോറിറ്റി, ഡിസൊബേ മീൻസ് ഡീഗ്രഡേഷൻ ഓഫ് അനോയിൻറ്റിങ്. അപ്പോഴേ സാത്താൻ വിൽ കം ടു പവർ. സാത്താനെ പവറിലേക്ക് വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഡിസിപ്ലിൻ ഏറ്റവും പ്രധാനമാണ്. ഈ ഡിസിപ്ലിൻ മാറിയാൽ നമ്മുടെ ജീവിതങ്ങളിൽ ഡ്രൈനസ് വരും എന്ന് നമ്മൾ മറന്നു പോകും. അവസാനത്തെ കാരണം, സ്പിരിച്വൽ ഡ്രൈനസ് ഇസ് ഡ്യൂ ടു സിൻസ്, പാപം മുഖാന്തരമുള്ള സ്പിരിച്വൽ സിൻ, പ്രത്യേകിച്ച് സെക്ച്വൽ സിൻസ്. നമ്മുടെ ശരീരം ആർക്കുള്ള? കർത്താവൻ. 1 കൊരിന്ത്യർ 6:13 ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, അങ്ങനെ എഴുതിയേക്കുന്നത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലാതെയാക്കും. ശരീരമോ ദുർനടപ്പനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിന്. ശരീരം കർത്താവ്, കർത്താവ് ശരീരത്തിന്. യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. ആത്മാവിനെ മാത്രമല്ല വിലയ്ക്ക് വാങ്ങിയത്, നമ്മുടെ ശരീരത്തെയും വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടിയാണ് ശരീരത്തെ വിലയ്ക്ക് വാങ്ങി? യേശു ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ കൂടി ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങൾ, 15-ാം വാക്യത്തിൽ പറയുന്ന നിങ്ങളുടെ ശരീരങ്ങൾ, 1 കൊരിന്ത്യർ 6:15, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലേ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങൾ. 16-ാം വാക്യത്തിലെ വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാവുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും. ദുർനടപ്പ് ചെയ്യുന്നവൻ വേശ്യയോട് പറ്റിച്ചേരുമ്പോഴേ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ച ശരീരം അവളുടെ ശരീരമായി തീരും. 17-ാം വാക്യത്തിലെ എന്നാൽ 17-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവുമായിട്ട് ചേർന്ന് ഏകാത്മാവായി പറ്റിയ ശരീരമായി തീരും. ഞാനത് വീണ്ടും വായിക്കുകയാണ്, ഓരോ വാക്യങ്ങളായിട്ട് വായിക്കുകയാണ് നിങ്ങളുടെ ഒരു മനസ്സിന് അറിയാനായിട്ട് വേണ്ടി. 17-ാം വാക്യത്തിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് അവനുമായി ഏകാത്മാവാകും, പറ്റിച്ചേരുക. അതുകൊണ്ട് 18-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ദുർനടപ്പ് വിട്ടോടുവിൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. 19-ാം വാക്യം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? 20-ാം വാക്യം,
ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ശരീരമില്ലാത്ത യേശുവിന് നിങ്ങളുടെ ശരീരമാണ് അവൻ്റെ ആത്മീയ ശരീരം. അതുകൊണ്ട് ഈ ശരീരം നമ്മൾ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ശരീരത്തിനകത്ത് അശുദ്ധി കയറിയാൽ, ലൈക്ക് പ്രോണോഗ്രഫി, അഡൽട്രി, ഫൊർണിക്കേഷൻ, മാസ്റ്റർബേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഈവിളുകളും കയറിയാൽ, ഈ സെക്ച്വൽ സിൻസ് എല്ലാം ഇങ്ങനെ കയറിയാൽ എന്താ സംഭവിക്കുന്നത്? പിശാചിൻ്റെ ഒരു വലിയ കോട്ടയായിത്തീരും. വീണ്ടെടുക്കപ്പെട്ട ശരീരമായി. ഇത് തന്നെ ഞാൻ പല ദിവസങ്ങളായിട്ട് പല എപ്പിസോഡുകളായിട്ട് പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ട ശരീരം, അവിടെ എല്ലാം സ്പിരിച്വൽ ഡ്രൈനസ് വന്നു കയറും. ഈ സ്പിരിച്വൽ ഡ്രൈനസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഒക്ടോപ്പസിൻ്റെ ഇത് പിടിക്കുന്ന പോലെ കയറി അങ്ങോട്ട് ആഞ്ഞു പിടിക്കുക. അതിൻ്റെ ടെൻഡക്കിൾസ് കയറി പിടിക്കില്ലേ, അതുപോലെ പിടിക്കുക, വിടത്തില്ല. മറൈൻ സ്പിരിറ്റാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ സ്പിരിച്വൽ ഡ്രൈനസ് ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് വരുന്നത്. ഡെവിള് കൊണ്ടുവരുന്നത്, അത് തന്നെയാണ് പാപം കൊണ്ടുവരുന്നത്. പാപം പിശാചിൻ്റെ കുത്തകയിലുള്ള സാധനമാണല്ലോ, വേറെ ആർക്കും കൊടുക്കുകയില്ല. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാവിൻ്റെ 2 ചിറക് എന്നതുപോലെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന നമ്മൾ ഡെലിവറൻസ് എടുക്കാൻ പോവുക, പ്രാർത്ഥിക്കാൻ പോവുക. പ്രാവിൻ്റെ 2 ചിറക് എന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഗ്രേറ്റ്നെസ്, മഹത്വത്തിലേക്ക് നമ്മളെ നടത്തും. ഹലോ, ശ്രദ്ധിക്കുക. പ്രാർത്ഥന മഹത്വത്തിലേക്ക് നടത്തും. ഓക്കെ. ദൈവവചന പഠനം നമ്മളെ സക്സസ്സിലേക്ക് നടത്തും. സങ്കീർത്തനം 1:3 അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആരാണ്? 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, 3-ാം വാക്യത്തിൽ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സോ നിങ്ങളുടെ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് നിങ്ങളുടെ തലയിലോട്ട് കയറട്ടെ. ഒരു 10 പ്രാവശ്യം പറ. നിങ്ങളുടെ സക്സസ്, ജീവിത വിജയം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലാണെന്ന് ഒരു 10 പ്രാവശ്യം നിങ്ങളുടെ മനസ്സിനോടൊന്ന് പറ. അങ്ങനെ പറഞ്ഞ് 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 നിങ്ങളുടെ മനസ്സൊന്ന് കേൾക്കട്ടെ. ഈ ദൈവവചനം ചെല്ലുമ്പോൾ വെളിച്ചം വരും, അന്ധകാരം മാറുമെന്ന് നിങ്ങളുടെ മനസ്സൊന്ന് കേൾക്കട്ടെ. ഒരു ചിറക് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ കൂടി അനുഗ്രഹങ്ങളല്ല വരുന്നത്, നിങ്ങളുടെ മഹത്വം വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മഹത്വം വർദ്ധിക്കുകയാണ്. യുവർ ഗ്രേറ്റ്നെസ്, നിങ്ങളുടെ ഗ്രേറ്റ്നെസ് ഇൻക്രീസ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ കൂടെയാണ്. എന്താണ്? എക്സ്ചേഞ്ച് നടക്കുകയാണ്. ദൈവത്തിൻ്റെ ക്യാരക്ടർ നിങ്ങളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക പ്രാർത്ഥനയെ കൂടെ. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴല്ല വരുന്നത്, രാത്രി ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും. നിങ്ങൾ ഉറങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ റലത്തിലേക്ക് പ്രവേശിക്കണം. സ്പിരിച്വൽ റലത്തിൽ പ്രാർത്ഥനയിൽ കൂടെ പ്രവേശിക്കുന്ന വലിയൊരു സബ്ജക്റ്റാണ്. അതിലേക്ക് നമ്മൾ വന്നില്ല. അതിലേക്ക് പടിപടിയായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എക്സ്ട്രീം ലെവലാണത്. ആ എക്സ്ട്രീം ലെവലിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ എപ്പിസോഡ്, ഈ സീരീസ് നിർത്തും. അതുവരെ ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് 2 വിങ്ങുകളാന്ന് പറഞ്ഞു. ഒന്ന്, ദൈവവചനം പഠിക്കുക. നിങ്ങളുടെ സക്സസ്, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രമല്ല എവിടെയും നിങ്ങളുടെ സക്സസിൻ്റെ ആദ്യ പാഠവും കാരണവും ദൈവവചന പഠനം. ഈ സൈഡിൽ നമുക്ക് വേണ്ടത് ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷനിൽ ദൈവം തൻ്റെ ക്യാരക്ടർ ഇമ്പാർട്ട് ചെയ്യാണ്. എന്താണ്? അവനോട് അനുരൂപരാകാൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന് 2-ാം വാക്യം, അവനോട് നമ്മൾ അനുരൂപരാകാൻ വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അവളോട് എത്ര അനുരൂപരാകുന്നു അതനുസരിച്ച് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം. അവൻ നടന്നതുപോലെ നടക്കാം. അതാണ് ജീവിതം. വാക്ക് ദ ടോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം പ്രവൃത്തി കൂടെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇത് ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മളിലേക്ക് വരുമ്പോഴാണ്. ഹല്ലേലൂയ. അവിടെ സ്പിരിച്വൽ ഡ്രൈനസ് ഇല്ലാതെ വരും. സ്പിരിച്വൽ ഡ്രൈനസ് ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ്? കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. രണ്ടാമത് ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ സ്പിരിച്വൽ ഡ്രൈനസിൽ നിന്ന് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പുറത്തേക്ക് വരും. അത് ബ്രദറെ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നാവിന് കെട്ട. അപ്പോഴെന്ത് ചെയ്യണമെന്നറിയാമോ? നാവിന് കെട്ട് വരുമ്പോഴേ കുറച്ചൊരു നല്ലൊരു പാട്ടൊക്കെ അങ്ങ് പാടണം. ഒരു പാട്ടൊക്കെ എന്നോട് പാടി ദൈവവചനം എടുത്ത് കുറച്ച് നേരം ഒന്ന് വായിക്കുക. വായിക്കുമ്പോൾ ആ കെട്ടൊക്കെ പോകും. അപ്പോഴൊന്ന് അന്യഭാഷ ഉണ്ടെങ്കിൽ അന്യഭാഷ, ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങളൊന്ന് ദൈവത്തെ ദൈവത്തോട് സന്നിധിയിൽ നിന്ന് ആരാധിക്കുക. ആരാധിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ ഒരു പുതിയ റലം ക്രിയേറ്റ് ചെയ്യാണ്. ദൂതന്മാർ ഇറങ്ങുകയാണ് അവിടെ.
ദൂതന്മാർ ഇറങ്ങിയിട്ട് ഒരു പുതിയ റെലം ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് മാറുകയാണ്. മാറുമ്പോൾ ആ കെട്ടുകളൊക്കെ അങ്ങാട്ട്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കെട്ടുകളുണ്ടെങ്കിൽ ഇന്ന് അത് പൊട്ടി മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്ന സിറ്റുവേഷൻ, അതിൽ നിന്ന് ദൈവം വിടുവിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് ഞങ്ങൾ സ്പിരിച്വൽ ട്രൈനേഴ്സിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അതിൽ നിന്നുള്ള എങ്ങനെയാണ് അതിൻ്റെ പുറത്ത് വരേണ്ടതെന്ന് ഞങ്ങൾ പഠിച്ചു. കർത്താവെ, ഇതൊരു അറിവ് മാത്രം പോരാ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു റെവലേഷനായി വരണം. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തെ ഒന്ന് ആരാധിപ്പാനായിട്ട്, ദൈവത്തിലിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട്, ദൈവത്തിൻ്റെ വചനമൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുവാനായിട്ട്, ഇതെല്ലാം തന്നെ ആ പ്രോസസ്സിൽ നടക്കുമ്പോൾ ഞങ്ങൾ വേറൊരു തലത്തിലേക്ക് കയറുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്പിരിച്വൽ ട്രൈനേഴ്സ് പിശാച് കൊണ്ടുവരുന്ന എല്ലാം പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപം, സെക്ച്വൽ സിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സ്പിരിച്വൽ ട്രൈനേഴ്സും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്പിരിറ്റ് ഡാർക്ക്നെസ് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കർത്താവെ മറൈൻ സ്പിരിറ്റ് കൊണ്ടുവരുന്ന പാപങ്ങൾ, കർത്താവെ ഓൾട്ടറിലുള്ള പാപങ്ങൾ, ഇതെല്ലാം തന്നെ എല്ലാ പൈശാചിക അറ്റാക്കുകളും യേശുവിൻ്റെ നാമത്തിൽ മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആ ടെമ്പിളാണ് ഞങ്ങളുടെ ശരീരങ്ങളെന്ന് മനസ്സിലാക്കി അത് വിശുദ്ധിയോട് സൂക്ഷിക്കുകയും ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്തം നീ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ടോ അതിൽ നിന്നെല്ലാം നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഏതൊക്കെ ട്രൈനസ് ഉണ്ടോ, നാവ് കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം വിജയം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് ദൈവവചനം ധ്യാനിച്ച് ബലപ്പെട്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകത്തിലിരിപ്പാൻ കർത്താവെ നീ സഹായിക്കണം. എന്നോട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് നമ്മൾ സ്പിരിച്വൽ ട്രൈനേഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്തെല്ലാം തുടർമാനമായിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുമെങ്കിൽ ഇത് ഇടയ്ക്ക് കയറി കാണാതെ ആദ്യം തൊട്ട് ഈ സീരീസ് ആദ്യം തൊട്ടെങ്കിലും കാണാനായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഏകദേശം 800 എപ്പിസോഡോളം ഇപ്പം നമ്മൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ പല വിശ്വാസത്തിൻ്റെ പല മേഖലകളെ, ദൈവവചന പഠനങ്ങളെ, കുടുംബത്തിൻ്റെ ധ്യാനങ്ങളെ, അതുപോലെ പുസ്തകത്തിൻ്റെ സ്റ്റഡികളെ എല്ലാം തന്നെ ഉണ്ട്. നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കണം, കാണണം. ഇതൊക്കെ നമുക്ക് പ്രയോജനമായി തീരും. നമ്മൾ സീരിയസ് ആയിട്ട് അത് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.